ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. സുപ്രീംകോടതി അഭിഭാഷകനും ഡൽഹി KMCC പ്രസിഡന്റുമാണ്. പാർട്ടി അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് ഹാരിസ് ബീരാൻ പ്രതികരിച്ചു. മലപ്പുറം പാണക്കാടിന് പകരം തിരുവനന്തപുരത്തെ പാണക്കാട് ഹാളിലായിരുന്നു ഇത്തവണത്തെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ് BK ഹാരിസ് ബീരാൻ. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത് വലിയ ഉത്തരവാദിത്തമാണെന്നും ഡൽഹി കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കില്ല, കേരളത്തിലും തന്റെ ഓഫീസ് അടക്കം തുറന്ന് സജീവമായിട്ട് തന്നെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുമെന്ന് ഹാരിസ് ബീരാൻ പ്രതികരിച്ചു. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ നമ്മുടെയൊക്കെ ഒരു ദൌത്യം എന്ന് പറയുന്നത്. ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ആ ഒരു ദൌത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത്. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും. യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ നിരാശയാണ് നൽകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി പരിഗണിക്കുക യൂത്ത് ലീഗിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനി പരിഗണിക്കുക യൂത്ത് ലീഗിനെ ആയിരിക്കുമെന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ വാഗ്ദാനം. പക്ഷേ പ്രഖ്യാപനത്തോടടുത്തപ്പോൾ വീണ്ടും യൂത്ത് ലീഗിന്റെ ആഗ്രഹങ്ങളൊക്കെ വിഫലമായി. യൂത്ത് ലീഗ് ഇതിൽ അവർക്കുള്ള വേദനയും വിഷമവും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ഉറപ്പ്. അതിനപ്പുറത്തേക്ക് ഒരു പരസ്യ പ്രതിഷേധത്തിന് യൂത്ത് ലീഗ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് വിവരം. എന്തുതന്നെയാണെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഹാരിസ് ബീരാന്റെ സാന്നിധ്യം മുസ്ലിം ലീഗിന് ഏറെ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി രാജ്യസഭയിലും അതുപോലെ തന്നെ ഇപ്പോൾ പോരാട്ടം നടക്കുന്ന സുപ്രീം കോടതിയിലുമൊക്കെ ഹാരിസ് ബീരാന്റെ സാന്നിധ്യം ലീഗിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാകും. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18.